So hello everyone, welcome to another session of representation theory. അപ്പോൾ ഇന്ന് നമ്മൾ സെക്കൻഡ് മൊഡ്യൂൾ ഓഫ് റെപ്രസെൻറ്റേഷൻ തിയറി ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ ഒരു പെർട്ടിക്കുലർ മൊഡ്യൂളിൽ നമ്മൾ എലമെന്ററി പ്രോപ്പർട്ടീസ് ഓഫ് ഗ്രൂപ്പ് ക്യാരക്ടേഴ്സിനെ കുറിച്ചാണ് പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇവിടെ തൊട്ട് നമ്മൾ രണ്ട് കാര്യങ്ങളാണ് അസ്യൂം ചെയ്യുന്നത്. ഒന്ന്, നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഒരു ഫൈനൈറ്റ് ഗ്രൂപ്പ് ഓഫ് ഓർഡർ ജി ആണ്. അപ്പൊ എന്താണ് ഈ ഫൈനൈറ്റ് ഗ്രൂപ്പ് ഓഫ് ഓർഡർ ജി എന്ന് പറയുമ്പോൾ ഇത്രയേ ഉള്ളൂ. ആ ഗ്രൂപ്പിന്റെ കാർഡിനാലിറ്റി എന്ന് പറയുന്നത് സ്മോൾ ജി ആണ്. അതായത് അതിലെ x1, x2, എക്സെട്ര xg എലമെന്റ്സ് ഉണ്ടാവും. ഇതിൽ x1ന് നമുക്ക് എന്ത് ചെയ്യാം, ഐഡന്റിറ്റി എലമെന്റ് ആയിട്ട് എടുക്കാം. ഓക്കെ, ഇനി കെ എന്ന് പറയുന്നത് ഒരു ഫീൽഡ് ഓഫ് കോംപ്ലക്സ് നമ്പേഴ്സ് ആയിരിക്കും. കെ എന്ന് പറയുന്നത് ഒരു ഫീൽഡ് ഓഫ് കോംപ്ലക്സ് നമ്പേഴ്സ് ആയിരിക്കും. അപ്പൊ ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യാണ്, അസ്യൂം ചെയ്യാണ്. അപ്പോൾ ജി ഒരു ഫൈനൈറ്റ് ഗ്രൂപ്പ് ഓഫ് ഓർഡർ സ്മോൾ ജിയും കെ ഒരു കോംപ്ലക്സ് ഫീൽഡ് ആവുന്ന രീതിയിൽ വരുമ്പോഴാണ് നമ്മൾ എന്ത് ഡിഫൈൻ ചെയ്യുന്നത്, ഓർത്തോഗണാലിറ്റി റിലേഷൻസ് ഡിഫൈൻ ചെയ്യുന്നത്. അപ്പോ ഈ ഒരു അസംഷൻസ് വെച്ചുകൊണ്ട് തന്നെ നമുക്ക് മാഷ്കേസ് തിയറത്തിൽ നിന്നും ഒരു റിസൾട്ട് പറയാനായിട്ട് പറ്റും. ആ റിസൾട്ട് ഇതാണ്: all representations of G are completely reducible. മാഷ്കേസ് തിയറം എന്താണ് പറയുന്നത്, നമ്മൾ ഒരു ഗ്രൂപ്പില് ഒരു റെപ്രസെന്റേഷൻ റെഡ്യൂസിബിൾ ആണ് ആൻഡ് നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഫീൽഡിന്റെ ക്യാരക്ടറിസ്റ്റിക് സീറോ ആവുകയോ ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം, ആ ഗ്രൂപ്പിന് ഒരു റെഡ്യൂസിബിൾ റെപ്രസെന്റേഷൻ ഉണ്ടെങ്കിൽ അത് കംപ്ലീറ്റ്ലി റെഡ്യൂസിബിൾ ആയിരിക്കും എന്ന് നമുക്ക് മാഷ്കേസ് തിയറം യൂസ് ചെയ്ത് പറയാം. ഇവിടെ കെ എന്ന് പറയുന്നത് ഫീൽഡ് ഓഫ് കോംപ്ലക്സ് നമ്പേഴ്സ് ആണ്. അതുകൊണ്ട് തന്നെ കോംപ്ലക്സ് നമ്പേഴ്സിന്റെ ക്യാരക്ടറിസ്റ്റിക് എന്ന് പറയുന്നത് സീറോ ആണ്. ക്യാരക്ടറിസ്റ്റിക് ഓഫ് ദ കോംപ്ലക്സ് നമ്പർ എന്ന് പറയുന്നത് സീറോ ആണ്. അപ്ലൈങ് മാഷ്കേസ് തിയറം നമുക്ക് പറയാം, ഏതൊരു റെപ്രസെന്റേഷൻ എടുത്താലും അത് കംപ്ലീറ്റ്ലി റെഡ്യൂസിബിൾ ആണ് എന്നുള്ളത് പറയും. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മളുടെ അസംഷൻസ്. ആ അസംഷൻ യൂസ് ചെയ്ത് നമ്മൾ മാഷ്കേസ് തിയറത്തിൽ നിന്നും നമുക്ക് കിട്ടുന്ന ഒരു റിസൾട്ട് ആയിട്ട് എഴുതി. നിങ്ങൾക്ക് നോട്ട്സിൽ നമുക്ക് എന്താണ് നമ്മളുടെ രണ്ട് അസംഷൻസ് എന്നുള്ളത് എഴുതാം. അസംഷൻസ് ഒന്ന്, ജി എന്ന് പറയുന്നത് ഒരു ഫൈനൈറ്റ് ഗ്രൂപ്പ് ഓഫ് ഓർഡർ സ്മോൾ ജി ആണ്. ആൻഡ് കെ എന്ന് പറയുന്നത് കോംപ്ലക്സ് നമ്പർ ആണ്. ഇതാണ് നമ്മുടെ രണ്ട് അസംഷൻസ്. ഇതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഒരു റിസൾട്ട് ആണ് ബൈ അപ്ലൈങ് മാഷ്കേസ് തിയറം. all representations of G are completely reducible. All representations of G are completely reducible. All representation of G are completely reducible. ഇതാണ് നമ്മളുടെ അസംഷനും റിസൾട്ടും. ഇനി നമുക്ക് ഈ ഒരു പെർട്ടിക്കുലർ ടോപ്പിക്കിൽ എന്താണ് ഓർത്തോഗണാലിറ്റി റിലേഷൻ, അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. ഇതിലത്തെ ഫസ്റ്റ് റിസൾട്ട് എന്ന് പറയുന്നത് ബേസിക്കലി ഈ ഒരു പെർട്ടിക്കുലർ ടോപ്പിക്കിൽ നമ്മൾ കുറെ കൺസ്ട്രക്ഷൻസ് ഒക്കെയാണ് ചെയ്യുക. അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്നത് എന്നതിനെ കുറിച്ച് ഒരു ബേസിക് ഐഡിയ ഉണ്ടെങ്കിൽ നമുക്കിത് കുറച്ചുകൂടി എളുപ്പമായിരിക്കും. ഓക്കെ, റിസൾട്ട് ഇതാണ്. റിസൾട്ട് let A of x and B of x are equivalent, irreducible, are inequivalent, irreducible,
representations, irreducible representations, then every element of the matrix A of X when regarded as a function of G function on G is orthogonal to every element of B of X. A of X ഉം B of X ഉം രണ്ട് ഇന്നീക്വൽ ആൻഡ് ഇറെഡ്യൂസിബിൾ റെപ്രസെന്റേഷൻസ് ആണ്. അങ്ങനെയാണെങ്കിൽ A of X-നെ ഒരു ഫംഗ്ഷൻ ഓൺ G ആയിട്ട് എടുക്കുകയാണെങ്കിൽ B of X-ലെ ഏതൊരു എലമെന്റിനോടും അത് ഓർത്തോഗണൽ ആയിരിക്കും എന്നതാണ് നമ്മളുടെ റിസൾട്ട്. ഇത് എങ്ങനെയാണെന്ന് പ്രൂവ് ചെയ്യാം. ഇതിൽ ഒന്ന് രണ്ട് വേർഡ്സ്, അതായത് നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്ന റെപ്രസെന്റേഷൻ എന്ന് പറയുന്നത് ചില്ലറക്കാരനല്ല, എന്താണ്, ഇന്നീക്വാലന്റും ആണ് ഇറെഡ്യൂസിബിളും ആണ്. അപ്പൊ തന്നെ നമുക്ക് ഒരു തിയറം ഓർമ്മ വരണം. ഇറ്റ് ഈസ് ബേസിക്കലി എ ലെമ, ഷൂസ് ലെമ ഓർമ്മ വരണം. അതിന് മുമ്പായിട്ട് നമുക്ക് കുറച്ച് നൊട്ടേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ എന്താണെന്ന് നോക്കാം. സോ നമുക്ക് A of X എന്ന് B of X രണ്ട് റെപ്രസെന്റേഷൻസ് ഉണ്ട്. അപ്പോൾ A of X-ന്റെ ഡിഗ്രി F ആയിട്ടും B of X-ന്റെ ഡിഗ്രി F' ആയിട്ടും കൺസിഡർ ചെയ്യാം. അപ്പോൾ അതിൻ്റെ അർത്ഥം നമുക്ക് A of X-നെ എങ്ങനെ എഴുതാം? Aij of X where I, j equal to 1, 2, 3, etc. F. അതേപോലെ B of X-നെ നമുക്ക് BPQ of X എന്നുള്ള രീതിയിൽ എഴുതാം. where P, Q equal to 1, 2, 3, etc. F dash. 1, 2, 3, etc. F dash. ഇനി നമ്മൾ ഒരു ആർബിട്രറി കോംപ്ലക്സ് നമ്പേഴ്സ് നമ്മൾ എഫ് ഡാഷ് ഇൻറ്റു എഫ് ആർബിട്രറി കോംപ്ലക്സ് നമ്പേഴ്സ് ചൂസ് ചെയ്യാണ്. നമ്മൾ ചുമ്മാ എടുക്കുകയാണ്. ആർബിട്രറി കോംപ്ലക്സ് നമ്പേഴ്സ് എടുക്കുകയാണ്. ഇത് ബേസിക്കലി നമ്മൾ ഒരു കൺസ്ട്രക്ഷൻ ആണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ആർബിട്രറി കോംപ്ലക്സ് നമ്പേഴ്സ് എടുക്കേണ്ടത് എന്നുള്ളത് നിങ്ങൾ എന്തായാലും പഠിക്കണം. അപ്പോൾ പക്ഷെ നമ്മൾ ആർബിട്രറി കോംപ്ലക്സ് നമ്പേഴ്സ് എടുക്കുമ്പോൾ തന്നെ എഫ് ഡാഷ് ക്രോസ് എഫ് എന്ന് പറയുന്ന ഒരു മെട്രിക്സ് ആയിട്ടാണ് നമ്മൾ അതിനെ അറേഞ്ച് ചെയ്യുന്നത്. അപ്പൊ ആ മെട്രിക്സിനെ നമ്മൾ ക്യാപിറ്റൽ സൈ ഇങ്ങനെയാണ് ഡിനോട്ട് ചെയ്യുക. സീറ്റ ടി ജി. അപ്പോ ഈ സിമ്പിൾ എന്ന് പറയുന്നത് ഇത് ക്യാപിറ്റൽ സൈ ആണ്. ക്യാപിറ്റൽ സൈ. ഇത് നമ്മൾ സൈ എന്നുള്ളത് ഡിനോട്ട് ചെയ്യും. ഇത് ക്യാപിറ്റൽ സൈ. ഓക്കെ. അപ്പൊ ഈ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുക, ഒരു ആർബിട്രറി കോംപ്ലക്സ് നമ്പേഴ്സ് എടുത്തു. അപ്പൊ ഈ ഒരു കോംപ്ലക്സ് നമ്പർ, ആ ഒരു കറസ്പോണ്ടിങ് മെട്രിക്സിനെ നമുക്ക് സി എന്ന് വിളിക്കാം. സി ഓഫ് അപ്പൊ ഈ സിനെ നമുക്ക് എങ്ങനെ എഴുതാം? സിഗ്മ y എലമെന്റ് ഓഫ് ജി ബി ഓഫ് y ഇൻവേഴ്സ് ഈ മെട്രിക്സ് ഒന്നുകൂടെ എഴുതാം. സി ഈസ് ഈക്വൽ ടു സിഗ്മ y element of G B of y inverse matrix A of y. ഈ രീതിയിൽ നമുക്ക് എഴുതാം.
ഓക്കെ, അപ്പൊ ഇതാണ് നമ്മളുടെ കൺസ്ട്രക്ഷൻ. നമുക്ക് വേണമെങ്കിൽ ഇതിന് ഇക്വേഷൻ 1 ആയിട്ട് എടുക്കാം. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്, അപ്പൊ നമുക്ക് സി അറിയാം. സി എന്ന് പറയുന്നത് സിഗ്മ y എലമെന്റ് ഓഫ് ജി ബി ഓഫ് y ഇൻവേഴ്സ് മെട്രിക്സ് എക്സ് എ ഓഫ് വൈ. ഇനി നമ്മൾ ജിയിലെ ഒരു ഫിക്സഡ് എലമെന്റ് എക്സ് എടുത്തു. ജിയിലെ ഒരു ഫിക്സഡ് എലമെന്റ് എക്സ് എടുത്തു. എന്നിട്ട് നമ്മൾ ഇസഡ് എന്ന് പറയുന്നത് വൈ എക്സ് ആയിട്ട് ഡിഫൈൻ ചെയ്തു. അപ്പോൾ ഈ ഇസഡിന്റെ പ്രത്യേകത എന്താ? എക്സ് എന്ന് പറയുന്നത് ഒരു ഫിക്സഡ് എലമെന്റ് ആണ്. വൈ മാറുന്നതിനനുസരിച്ച് ഇസഡ് മാറും. അപ്പൊ നമുക്ക് സിനെ എന്ത് ചെയ്യാം? ഈ വൈന്റെ സ്ഥാനത്ത് ഇസഡ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. കാരണം വൈ മാറുന്നതിനനുസരിച്ച് ആര് മാറും? ഇസഡ് മാറും. അപ്പോൾ സി ഇസ് ഈക്വൽ ടു സിഗ്മ ഇസഡ് എലമെന്റ് ഓഫ് ജി ബി ഓഫ് ഇസഡ് ഇൻവേഴ്സ് എ ഓഫ് ഇസഡ്. ഇനി നമുക്ക് ഇസഡ് എന്ന് പറയുന്നത് വൈ എക്സ് ആണ്. ഇസഡ് ഇൻവേഴ്സ് എന്ന് പറയുന്നത് വൈ എക്സ് ദ ഹോൾ ഇൻവേഴ്സ് വിച്ച് ഈക്വൽ ടു എക്സ് ഇൻവേഴ്സ് വൈ ഇൻവേഴ്സ് എന്നുള്ള രീതിയിൽ എഴുതും. സോ സിഗ്മ, നമുക്കിവിടെ ഇസഡ് എലമെന്റ് ഓഫ് ജിന് രണ്ട് സമ്മേഷൻ ആക്കാം. എക്സ് എലമെന്റ് ഓഫ് ജിയും വൈ എലമെന്റ് ഓഫ് ജിയും വരും. പക്ഷെ നമ്മളിവിടെ എക്സ് ഒരു ഫിക്സഡ് എലമെന്റ് ആക്കി എടുത്തത് കൊണ്ട് തന്നെ ഒരു സമ്മേഷനേ വരുള്ളൂ. സിഗ്മ വൈ എലമെന്റ് ഓഫ് ജി ബി ഓഫ് ഇസഡ് ഇൻവേഴ്സിനെ എക്സ് ഇൻവേഴ്സ് വൈ ഇൻവേഴ്സ് എഴുതും. മെട്രിക്സ് എ ഓഫ് വൈ എക്സ്. ഇനി നമുക്കറിയാം എ ഓഫ് എക്സും ബി ഓഫ് എക്സ് ഒക്കെ എന്താണ്? റെപ്രസെന്റേഷൻസ് ആണ്. സോ സിൻസ് എ ഓഫ് എക്സ് ആൻഡ് ബി ഓഫ് എക്സ് ആർ representations, നമുക്ക് അതിനെ എങ്ങനെ എഴുതാം? സിഗ്മ വൈ എലമെന്റ് ഓഫ് ജി ബി ഓഫ് എക്സ് ഇൻവേഴ്സ് ഇൻറ്റു ബി ഓഫ് വൈ ഇൻവേഴ്സ് മെട്രിക്സ് എ ഓഫ് വൈ ഇൻറ്റു എ ഓഫ് എക്സ്. ഇനി ഈ ഒരു പെർട്ടിക്കുലർ സമ്മേഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ വൈ മാത്രമേ മാറുന്നുള്ളൂ. അപ്പൊ എക്സിന്റെ ടേം നമുക്ക് പുറത്തെടുക്കാം. ബി ഓഫ് എക്സ് ഇൻവേഴ്സ് സിഗ്മ വൈ എലമെന്റ് ഓഫ് ജി ബി ഓഫ് വൈ ഇൻവേഴ്സ്, ഈ ഒരു പെർട്ടിക്കുലർ മെട്രിക്സ് ഉണ്ട്, എ ഓഫ് വൈ, പിന്നെ നമ്മളുടെ എ ഓഫ് എക്സ് പുറത്തുണ്ട്. സോ ഇനി സിഗ്മ വൈ എലമെന്റ് ഓഫ് ജി ബി ഓഫ് വൈ ഇൻവേഴ്സ് ക്യാപിറ്റൽ സൈ എ ഓഫ് ഐ എന്ന് പറയുന്നത് എന്താണ്? നമ്മളുടെ സി ആണ്. അപ്പൊ ഇതിന് പകരം നമുക്ക് എന്ത് ചെയ്യാം? സി കൊടുക്കാം. ഇനി എ ഓഫ് എക്സിനെ നമുക്ക് അതുപോലെ എഴുതാം. ഇനി ബി ഓഫ് എക്സ് ഇൻവേഴ്സ് ഇനി നമുക്ക് എങ്ങനെ എഴുതാം? ബി ഓഫ് എക്സ് ഒരു റെപ്രസെന്റേഷൻ ആയതുകൊണ്ട് ബി ഓഫ് എക്സ് ഇൻവേഴ്സിനെ ബി ഓഫ് എക്സ് ദ ഹോൾ ഇൻവേഴ്സ് എഴുതാം. സോ ബി ഓഫ് എക്സ് ദ ഹോൾ ഇൻവേഴ്സ് എഴുതാം. ഓക്കെ, അപ്പൊ നമുക്ക് കിട്ടിയ റിസൾട്ട് എന്ന് പറയുന്നത് സി ഇസ് ഈക്വൽ ടു ബി ഓഫ് എക്സ് ദ ഹോൾ ഇൻവേഴ്സ് സി എ ഓഫ് എക്സ് എന്നുള്ളതാണ്. അപ്പൊ ഈ ബി ഓഫ് എക്സ് ഇൻവേഴ്സ് കൊണ്ട് നമുക്ക് രണ്ട് സൈഡും മൾട്ടിപ്ലൈ ചെയ്യാം. അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ബി ഓഫ് എക്സ് സി ഈക്വൽ ടു സി ഇൻറ്റു എ ഓഫ് എക്സ്. അപ്പൊ നമ്മൾക്ക് ഈ റിസൾട്ട് എവിടെയോ കണ്ടൊരു ഓർമ്മയുണ്ടാവും. അത് എവിടെയോ അല്ല, നമ്മുടെ ഷൂസ് ലെമയിലാണ്. അപ്പൊ ഈ സിന്റെ ഒരു പ്രത്യേകത നമ്മൾ കൺസ്ട്രക്ട് ചെയ്ത ഈ ഒരു സി ഇസ് ഈക്വൽ ടു ക്യാപിറ്റൽ സൈ എന്ന് പറയുന്ന മെട്രിക്സിന്റെ ഒരു പ്രത്യേകത നോക്കുകയാണെങ്കിൽ എ ഓഫ് എക്സും ബി ഓഫ് എക്സും അതൊരു എഫ് ഡാഷ് ക്രോസ് എഫ് എന്ന് പറയുന്ന ഒരു മെട്രിക്സ് ആണ്. അതല്ലാതെ ഇവിടെ എ ഓഫ് എക്സും ബി ഓഫ് എക്സും എന്താണ്? ഇൻഈക്വാലന്റ് ഇറെഡ്യൂസിബിൾ റെപ്രസെന്റേഷൻ ആണ്. ഇൻഈക്വാലന്റ് ഇറെഡ്യൂസിബിൾ representation ആണ്. സോ ഇൻഈക്വാലന്റ് ഇറെഡ്യൂസിബിൾ റെപ്രസെന്റേഷൻ കൺസിഡർ ചെയ്യാണ് എ ഓഫ് എക്സും ബി ഓഫ് എക്സും.
ആൻഡ് അത് ബി ഓഫ് എക്സ് ഇൻറ്റു സി ഈക്വൽ ടു സി ഇൻറ്റു എ ഓഫ് എക്സ് എന്നുള്ള കണ്ടീഷനും ഹോൾഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇന്നീക്വാലന്റ് ആണെങ്കിൽ നമ്മൾ പറഞ്ഞു എപ്പോഴും ഈ സി എന്ന് പറയുന്ന മെട്രിക്സ് എന്തായിരിക്കും, സീറോ മെട്രിക്സ് ആയിരിക്കും എന്നുള്ളത് ബൈ ഷോസ് ലെമ്മ നമ്മൾ പറഞ്ഞു. ബൈ ഷോസ് ലെമ്മ നമ്മൾ ക്ലെയിം ചെയ്തു. അപ്പൊ നമുക്ക് സി എന്ന് പറയുന്നത് സീറോ ആയിട്ട് കിട്ടും. നമ്മൾ തീർന്നിട്ടില്ല. അപ്പൊ സി എന്ന് പറയുന്നത് സീറോ ആയിട്ട് കിട്ടി. ഈ ഒരു റിസൾട്ട് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. അതായത് സി എന്തായിരുന്നു, സി ഇസ് ഈക്വൽ ടു ബി ഓഫ് എക്സ് ദ ഹോൾ ഇൻവേഴ്സ് സി എ ഓഫ് എക്സ് എന്നുള്ളതായിരുന്നു. അപ്പൊ നമുക്ക് ഈ സി എന്ന് പറയുന്നത് സീറോ ആയതുകൊണ്ട് ഈ ഒരു പെർട്ടിക്കുലർ ടേം സീറോ ആണെന്ന് പറയാം. അപ്പൊ ബി ഓഫ് എക്സ് ഇൻവേഴ്സ് സി എ ഓഫ് എക്സ് എന്ന് പറയുന്നതിന് നമുക്ക് ഇവിടെ എക്സിന് പകരം വൈ റീപ്ലേസ് ചെയ്യാം. നമുക്ക് സിഗ്മ y element of G sigma q comma I b p q of y inverse theta q I a I j of y equal to 0. നമുക്ക് ഈ രീതിയിൽ എടുക്കാം. ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതൊരു സമേഷൻ ആണ്, ഒരു ഫൈനൈറ്റ് സം ആണ്. ഇതില് ഏത് സീറ്റ ഐ എന്ന് പറയുന്നത് നമ്മൾ ആർബിട്രറി അല്ലേ, ആർബിട്രറി ആയിട്ട് എടുത്തിട്ടുള്ള ഒരു കാര്യമാണ് സീറ്റ ഐ എന്ന് പറയുന്നത്. അപ്പൊ ഏത് സീറ്റ ഐ എടുത്താലും ഇത് സീറോ ആവണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കോഎഫിഷ്യൻസ് സീറോ ആവാനേ പറ്റുള്ളൂ. കോഎഫിഷ്യൻസ് സീറോ ആവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിഗ്മ വൈ എലമെന്റ് ഓഫ് ജി ബി പി ക്യൂ ഓഫ് വൈ ഇൻവേഴ്സ് എ ഐ ജെ ഓഫ് വൈ എന്ന് പറയുന്നത് എന്തായിരിക്കണം, സീറോ ആയിരിക്കണം ഫോർ ഓൾ പി കോമ ക്യൂ ആൻഡ് ഐ കോമ ജി. ഫോർ ഓൾ പി കോമ ക്യൂ ആൻഡ് ഐ കോമ ജി. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിനെ തേർഡ് ഇക്വേഷൻ ആയിട്ട് എടുക്കാം. അപ്പോൾ ഇത് നിങ്ങൾ നോക്കുകയാണെങ്കിൽ സിഗ്മ വൈ എലമെന്റ് ഓഫ് ജി ബി പി ക്യൂ ഓഫ് വൈ ഇൻവേഴ്സ് എ ഐ ജെ ഓഫ് വൈ ഈക്വൽ ടു സീറോ ആണ് ഫോർ ഓൾ പി കോമ ക്യൂ ഐ കോമ ജി. അപ്പോൾ ഈ ഒരു പെർട്ടിക്കുലർ നൊട്ടേഷൻ ഇതാണ് നമുക്ക് ആവശ്യമായിട്ടുള്ള റിസൾട്ട്. ഇത് രണ്ടും ഓർത്തോഗണൽ ആയിരിക്കും എന്നുള്ളതാണ്. അപ്പൊ ഈ ഓർത്തോഗണാലിറ്റി നമുക്ക് കുറച്ചുകൂടി ബ്യൂട്ടിഫുൾ ആയിട്ട് റെപ്രസെന്റേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്നർ പ്രൊഡക്റ്റ് യൂസ് ചെയ്യാം. അപ്പൊ അതിനായിട്ട് നമുക്ക് അറിയാം, രണ്ട് ഫങ്ഷൻസ് എടുക്കുകയാണെങ്കിൽ അതിന്റെ ഇന്നർ പ്രോഡക്റ്റ് എഫ് കോമ ജി ഈക്വൽ ടു സീറോ ഈഫ് ആൻഡ് ഓൺലി ഈഫ് എങ്ങനെയാണ്, എഫ് എന്ന് പറയുന്ന ഓർത്തോഗണൽ ടു ജി ആയിരിക്കും. അപ്പൊ ഇവിടെയും നമ്മൾ രണ്ട് ഫങ്ഷൻസ് ഫൈ ഓഫ് എക്സും സൈ ഓഫ് എക്സും എടുക്കുക. ആൻഡ് ഇന്ന് നമ്മൾ എഴുതുന്നത് ഇന്നർ പ്രോഡക്റ്റ് ഫൈ കോമ സൈ ഈക്വൽ ടു 1/g ഇൻറ്റു സിഗ്മ എക്സ് എലമെന്റ് ഓഫ് ജി ഫൈ ഓഫ് എക്സ് ഇൻറ്റു സൈ ഓഫ് എക്സ് ഇൻവേഴ്സ് ആയിട്ട് ഡിഫൈൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത് നമ്മളുടെ ഓർത്തോഗണാലിറ്റി റിലേഷൻസ് ഡിഫൈൻ ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ നമ്മൾ തേർഡ് റിസൾട്ടിനെ നമുക്ക് എങ്ങനെ എഴുതാം, ബി പി ക്യൂ ഓഫ് വൈ ഇൻവേഴ്സ് എ ഐ ജെ ഓഫ് വൈ എന്നുള്ളതാണ്. ഇത് എന്തിനോട് ഈക്വൽ ആണ്, സിഗ്മ സൈ കോമ ഫൈനോടും ഈക്വൽ ആണ്. കാരണം എക്സും എക്സ് ഇൻവേഴ്സും ഇന്റർചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇന്നർ പ്രോഡക്റ്റ് സൈ കോമ ഫൈ എന്ന് കിട്ടും. അപ്പൊ നമുക്ക് തേർഡ് റിസൾട്ടിനെ എങ്ങനെ എഴുതാം, ഇന്നർ പ്രോഡക്റ്റ് എ ഐ ജെ കോമ ബി പി ക്യൂ ഈക്വൽ ടു സീറോ ഫോർ ഓൾ ഐ കോമ ജെ ആൻഡ് പി കോമ ക്യൂ എന്നുള്ള രീതിയിൽ നമുക്ക് എഴുതാം. സോ നമ്മൾ പറഞ്ഞ് റിസൾട്ട് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ.
നമ്മൾ പറഞ്ഞ റിസൾട്ട് ഇത്രയേ ഉള്ളൂ. എ ഓഫ് എക്സും ബി ഓഫ് എക്സും രണ്ട് ഇൻഈക്വാലന്റ് ഇറഡ്യൂസിബിൾ റെപ്രസെന്റേഷൻസ് ആണ്. അങ്ങനെയാണെങ്കിൽ എ ഓഫ് എക്സിന്റെ ഏതൊരു എലമെന്റ് എടുത്താലും അത് ബി ഓഫ് എക്സിന്റെ ഏതൊരു എലമെന്റിനോടും ഓർത്തോഗണൽ ആയിരിക്കും when you regard it as a function on G. അപ്പൊ എ ഓഫ് എക്സിന്റെ ഓർഡറിനെ എഫ് എന്നും ബി ഓഫ് എക്സിന്റെ ഓർഡറിനെ എഫ് ഡാഷ് എന്നും വിളിച്ചു. നമ്മൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മെട്രിസസ് എ ഐ ജി ഓഫ് എക്സ് ബി ഓഫ് എക്സ് ഈക്വൽ ടു ബി പി ക്യൂ ഓഫ് എക്സ് നമ്മൾ കൺസ്ട്രക്ട് ചെയ്തു. പിന്നെ വരുന്നൊരു കൺസ്ട്രക്ഷൻ ആണ് സി എന്ന് പറയുന്നത്. സി ഒരു ആർബിട്രറി മെട്രിക്സ് ആണ്. അതായത് അതിലുള്ള എലമെന്റ്സ് എന്ന് പറയുന്നത് സീറ്റ പി ജി എന്ന് പറയുന്ന എലമെന്റ്സ് ആണ്. അപ്പൊ എഫ് ഡാഷ് എഫ് എന്ന് പറയുന്ന ഒരു ആർബിട്രറി കോംപ്ലക്സ് നമ്പേഴ്സ് ആയിരിക്കും അതിനകത്ത് വരിക. അപ്പൊ ഇനി ഇത് ഉപയോഗിച്ചിട്ട് നമ്മൾ സി എന്ന് പറയുന്ന ഒരു മെട്രിക്സ് ഡിഫൈൻ ചെയ്യാണ്. സിഗ്മ വൈ എലമെന്റ് ഓഫ് ജി ബി ഓഫ് വൈ ഇൻവേഴ്സ് സീറ്റ എ ഓഫ് ഐ എന്ന് പറഞ്ഞ് നമ്മൾ ഡിഫൈൻ ചെയ്യാണ്. ഇനി ഈ സിന്റെ പ്രത്യേകത എന്താണെന്ന് നോക്കി അതിനു മുമ്പ് ഇത് നമ്മൾ നോട്ട് ചെയ്യേണ്ട പ്രൂഫ് എപ്പോഴും നമ്മൾ പഠിക്കുമ്പോൾ ചില സ്റ്റെപ്സ് ആണ് നമ്മൾ ഓർത്തു വെക്കേണ്ടത്. കാരണം അവിടെ എത്തുമ്പോഴായിരിക്കും നമ്മൾ സ്റ്റക്ക് ആവും. അപ്പൊ ആദ്യം നമ്മൾ ഓർക്കേണ്ടത് സി ഇങ്ങനെ ഒരു മെട്രിക്സ് ഡിഫൈൻ ചെയ്യുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ഓർക്കേണ്ടത് എക്സ് എന്ന് പറയുന്ന ഒരു ഫിക്സഡ് എലമെന്റ് ഓഫ് ജി ആണ്. ഇസഡ് ഈക്വൽ ടു വൈ എക്സ് ആയിട്ട് എടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഈ സിന്റെ ഇവിടെ വൈക്ക് പകരം ഇസഡ് കൊടുക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ഓട്ടോമാറ്റിക്കലി അടുത്ത എല്ലാ സ്റ്റെപ്പുകളും കിട്ടും. അപ്പൊ നമ്മൾ എ ഓഫ് എക്സും ബി ഓഫ് എക്സും മെട്രിക്സ് റെപ്രസെന്റേഷൻ ആണെന്നുള്ള പ്രോപ്പർട്ടി ഒക്കെ യൂസ് ചെയ്ത് ബി ഓഫ് എക്സ് ഇൻറ്റു സി ഈക്വൽ ടു സി ഇൻറ്റു എ ഓഫ് എക്സ് എന്നുള്ള ഫോർമാറ്റിൽ കിട്ടി. ഇനി ഇതൊരു ഇൻഈക്വാലന്റ് റെപ്രസെന്റേഷൻ ആയതുകൊണ്ട് തന്നെ അപ്ലൈങ് ഷൂസ് ലെമ നമുക്ക് ഈ സി എന്ന് പറയുന്നത് ഒരു സീറോ മെട്രിക്സ് ആണെന്ന് കിട്ടും. അപ്പൊ ഇതൊരു സീറോ മെട്രിക്സ് ആകുമ്പോൾ ഈ സിനെ നമുക്ക് ഇന്നർ പ്രോഡക്റ്റ് ഫോമിൽ ഇന്നർ പ്രോഡക്റ്റ് എ ഐ ജി ബി പി ക്യു ഈക്വൽ ടു സീറോ എന്ന ഫോമിൽ നമുക്ക് എക്സ്പ്രസ് ചെയ്യാനായിട്ട് പറ്റും. ഇത്രയാണ് നമ്മളുടെ ഈ ഒരു പെർട്ടിക്കുലർ ടോപ്പിക്കിൽ ഉള്ളത്, പെർട്ടിക്കുലർ തിയറിയിലുള്ളത്. അപ്പൊ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്, നമ്മൾ ഇവിടെ രണ്ട് ഇറഡ്യൂസിബിൾ റെപ്രസെന്റേഷൻസ് ആണ് എടുത്തത്, എ ഓഫ് എക്സും ബി ഓഫ് എക്സും. ഇനി നമ്മൾ ഒരു ഇറഡ്യൂസിബിൾ റെപ്രസെന്റേഷൻ എടുക്കുക, എ ഓഫ് എക്സ് എടുക്കുകയാണെങ്കിൽ അതിന്റെ കോഎഫിഷ്യൻസ് എന്ത് കണ്ടീഷൻ ആയിരിക്കും സാറ്റിസ്ഫൈ ചെയ്യേണ്ടത്, അതിന്റെ മെട്രിക്സ് ഫോം ഒക്കെ എന്തായിരിക്കും എന്നുള്ളതൊക്കെയാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പൊ ഈ എല്ലാ തിയറിയിലും നമ്മൾ മാഷ് കേസ് തിയറും ഷൂസ് ലെമയുടെ ഒരു ആപ്ലിക്കേഷൻസ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് തിയറംസ് ആണ്. നമ്മൾ ആദ്യം ഒരു സിംഗിൾ റെപ്രസെന്റേഷൻ എ ഓഫ് എക്സ് ഓഫ് ഡിഗ്രി എഫ് കൺസിഡർ ചെയ്തു. അപ്പൊ ഡിഗ്രി എഫ് കൺസിഡർ ചെയ്തു. ആൻഡ് സി എന്ന് പറയുന്നത് നമ്മൾ ഇങ്ങനെ ഡിഫൈൻ ചെയ്യാണ്, സിഗ്മ ബൈ എലമെന്റ് ഓഫ് ജി എ ഓഫ് ഐ ഇൻവേഴ്സ് psi എ ഓഫ് ഐ എന്ന രീതിയിൽ നമ്മൾ ഡിഫൈൻ ചെയ്യാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഓൾറെഡി പ്രൂവ് ചെയ്തു എ ഓഫ് എക്സ്, നമ്മൾ നേരത്തെ പ്രൂവ് ചെയ്ത തിയറത്തിൽ എ ഓഫ് എക്സും ബി ഓഫ് എക്സും ഈക്വൽ ആയിട്ട് എടുക്കണം. അപ്പോൾ എ ഓഫ് എക്സ് സി എന്ന് പറയുന്നത് സി ഇൻറ്റു എ ഓഫ് എക്സ് ആണ് ഫോർ ഓൾ എക്സ് എലമെന്റ് ഓഫ് ജി എന്ന് നമുക്ക് കിട്ടും. അപ്പോ നമ്മളുടെ കൊറോളറി ഓഫ് ഷൂസ് ലെമ എന്താണ് പറയുന്നത്? ബൈ ദ കൊറോളറി ഓഫ് ഷൂസ് ലെമ ഈ ഒരു പെർട്ടിക്കുലർ കണ്ടീഷൻ ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പറയാം ഈ കാണുന്ന സി എന്ന് പറയുന്നത് എന്തായിരിക്കും? നമ്മളുടെ ഐഡന്റിറ്റി മെട്രിക്സിന്റെ ഒരു മൾട്ടിപ്പിൾ ആയിരിക്കും. സി ഇസ് ഇക്വൽ ടു ലാംഡ ഐ എഫ് എന്ന് നമുക്ക് എഴുതാനായിട്ട് പറ്റും. അത് നമ്മളുടെ സെക്കൻഡ് ഇക്വേഷൻ ആയിട്ട് എടുക്കാം. ഇനി നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഈ ലാംഡ എന്ന് പറയുന്നത് ലാംഡ ഓഫ് ദിസ് പെർട്ടിക്കുലർ മെട്രിക്സ്, ലാംഡ ഓഫ് ദിസ് പെർട്ടിക്കുലർ മെട്രിക്സ്. അതായത് നമ്മൾ കൺസിഡർ ചെയ്യുന്ന ലാംഡ ചുമ്മാ ഒരു സ്കാലാർ ആയിട്ട് എടുക്കുകയല്ല, അത് സൈ എന്ന് പറയുന്ന ഈ ഒരു പെർട്ടിക്കുലർ മെട്രിക്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു സ്കേലാർ ആയിട്ട് എടുക്കണം. അപ്പൊ അങ്ങനെയാകുമ്പോൾ നമുക്ക് ഏത് ഈ ലാംഡ, നമുക്ക് ഈ ലാംഡ കണ്ടുപിടിക്കണം.
അപ്പൊ എങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കാം. അതിനായിട്ട് നമ്മൾ ട്രേസ് ഓഫ് സെക്കൻഡ് ഇക്വേഷനിൽ ട്രേസ് എടുക്കാം. ട്രേസ് ഓഫ് സി എന്ന് പറയുന്ന ട്രേസ് ഓഫ് ലാംഡ ഐ എഫ് എന്ന് കിട്ടും. ഇനി ഐ എഫ് എന്ന് പറയുമ്പോൾ ഒരു ഐഡന്റിറ്റി മെട്രിക്സ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിന്റെ ട്രേസ് എന്ന് പറയുന്നത് എഫ് ആയിരിക്കും. സോ ട്രേസ് ഓഫ് സി ഈക്വൽ ടു എഫ് ലാംഡ. ഓക്കെ, അപ്പൊ നമ്മൾ അതിനെ തേർഡ് ഇക്വേഷൻ ആയിട്ട് എടുക്കും. സോ ട്രേസ് ഓഫ് സി ഈക്വൽ ടു എഫ് ലാംഡ. ഇനി എ എന്ന് പറയുന്ന ഒരു മെട്രിക്സ് റെപ്രസെന്റേഷൻ ആയതുകൊണ്ട് തന്നെ നമുക്കറിയാം എ ഓഫ് വൈ ഇൻവേഴ്സ് എന്ന് പറയുന്നത് എ ഓഫ് വൈ ദ ഹോൾ ഇൻവേഴ്സ് ആയിട്ട് നമുക്ക് എഴുതാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ ട്രേസ് ഓഫ് സി എന്തായിരുന്നു? സി എന്ന് പറയുന്നത് ട്രേസ് ഓഫ് എ ഓഫ് വൈ ഇൻവേഴ്സ് പെർട്ടിക്കുലർ മെട്രിക്സ് എ ഓഫ് വൈ എന്ന് പറയുന്നത് ട്രേസ് സൈക്ലിക് പ്രോപ്പർട്ടി ഹോൾഡ് ചെയ്യും. സൈക്ലിക് പ്രോപ്പർട്ടി പറയുന്നത് ഇത്രയേ ഉള്ളൂ. ട്രേസ് ഓഫ് എ ബി സി എന്ന് പറയുന്നത് ട്രേസ് ഓഫ് സി എ പി ിനോട് ഈക്വൽ ആണ്. അപ്പൊ ഇവിടെ നോക്കുമ്പോൾ നമുക്ക് ഈ എ ഓഫ് വൈനെ ഇങ്ങോട്ട് എടുക്കാം. സോ വിച്ച് ഇസ് ഈക്വൽ ടു ട്രേസ് ഓഫ് എ ഓഫ് വൈ ഇൻവേഴ്സ് എ ഓഫ് വൈ മെട്രിക്സ് ആയിട്ട് കിട്ടും. സോ വിച്ച് ഇസ് ഈക്വൽ ടു ട്രേസ് ഓഫ് ദിസ് പെർട്ടിക്കുലർ മെട്രിക്സ് ആയിട്ട് കിട്ടും. അപ്പൊ നമ്മൾ കൺസിഡർ ചെയ്ത് സൈ എന്ന് പറയുന്ന മെട്രിക്സിന്റെ ട്രേസും ഇതിന്റെ ട്രേസും ട്രേസ് ഓഫ് എ ഓഫ് വൈ ഇൻവേഴ്സ് സൈ എ ഓഫ് വൈന്റെ ട്രേസും സെയിം ആണ്. നമ്മൾ ഓൾറെഡി പ്രൂവ് ചെയ്തു. ഈ സി എന്ന് പറയുന്നത് എന്തായിരുന്നു? ഓവർ വൈ നമ്മൾ സമേഷൻ കൊടുത്താൽ കിട്ടുന്നതായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് എഴുതാം, രണ്ട് സൈഡും സമേഷൻ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ട്രേസ് ഓഫ് സി എന്ന് പറയുന്നത് ജി ഇൻറ്റു ട്രേസ് ഓഫ് സൈ ആയിട്ട് കിട്ടി. ഇപ്പൊ ട്രേസ് ഓഫ് സി നമ്മൾ ഓൾറെഡി പ്രൂവ് ചെയ്തു, ലാംഡ എഫ് ആണ്. അപ്പൊ അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ലാംഡ എഫ് ഈക്വൽ ടു ജി ഇൻറ്റു ട്രേസ് ഓഫ് സൈ എന്ന് കിട്ടും. ജി ഇൻറ്റു ട്രേസ് ഓഫ് സൈ എന്ന്. അപ്പൊ ഇവിടെ നിന്ന് ലാംഡ എന്ന് പറയുന്നത് ജി ബൈ എഫ് ഇൻറ്റു ട്രേസ് ഓഫ് സൈ എന്ന് പറയുന്നത്. ഇപ്പൊ ഏത് മെട്രിക്സ് ആണോ നിങ്ങൾ എടുക്കുന്നത് അതിന്റെ ട്രേസ് ഇൻറ്റു ഗ്രൂപ്പിന്റെ ഓർഡർ ബൈ എ ഓഫ് എക്സിന്റെ ആ റെപ്രസെന്റേഷന്റെ ഓർഡർ. അപ്പൊ ആ ലാംഡ എന്ന് പറയുന്നത് എന്തായിരിക്കും? ജി ബൈ എഫ് ഇൻറ്റു ട്രേസ് ഓഫ് കൈ. ഇപ്പോഴും നമുക്ക് എന്താണ് ഇതിന്റെ കോഎഫിഷ്യൻസ്, എങ്ങനെയാണ് എലമെന്റ്സ് വരുന്നത് എന്നൊന്നും നമുക്ക് അറിയില്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഇതിനെ ഒന്ന് ഇക്വേറ്റ് ചെയ്ത് നോക്കാം. അതായത് സിഗ്മ ഓവർ ബൈ എ ഓഫ് വൈ ഇൻവേഴ്സ് കൈ എ ഓഫ് വൈ എന്ന് പറയുന്നത് ജി ബൈ എഫ് ഇൻറ്റു ട്രേസ് ഓഫ് കൈ ഐ എഫ് ആണ്. അപ്പൊ ഇതിന് നമുക്ക് ജി ബൈ എഫ് ഇൻറ്റു ഈ കൈ എന്ന് പറയുന്ന മെട്രിക്സ് എന്തായിരുന്നു, സൈൻ എന്ന് പറയുന്ന മെട്രിക്സ് എന്തായിരുന്നു, അതിന്റെ ട്രേസ് എന്ന് പറയുമ്പോൾ സീറ്റ 1 സീറ്റ 2 അങ്ങനെ ആയിരിക്കും. സീറ്റ 1 പ്ലസ് സീറ്റ 2 പ്ലസ് എക്സെട്ര പ്ലസ് സീറ്റ എഫ് ഇൻറ്റു ഐ എഫ് ആണ് വരുന്നത്. അപ്പൊ ഇതിന്റെ കോഎഫിഷ്യൻസ് നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ സിഗ്മ ബൈ sigma over y aij of y inverse apq of y equal to 0 if either I equal to q or j equal to j not equal to p. If either I not equal to q or j not equal to p. ഇതാണ് നമ്മളുടെ പെർട്ടിക്കുലർ കണ്ടീഷൻ.
അപ്പൊ ഐദർ ഐ നോട്ട് ഈക്വൽ ടു ക്യൂ ഓർ ജി നോട്ട് ഈക്വൽ ടു പി എന്ന് പറയുമ്പോൾ ഇതിന് എങ്ങനെ എഴുതാം? ഇന്നർ പ്രോഡക്റ്റ് എ ഐ ജി എ പി ക്യൂ എന്ന് പറയുന്നത് 1/f ഇൻറ്റു ഡെൽറ്റ ഐ ക്യൂ ഡെൽറ്റ ഐ പി. സോ ഐദർ ഇതിൽ ഏതെങ്കിലും ഒരു കണ്ടീഷൻ ഹോൾഡ് ചെയ്യുമ്പോഴാണ് ഇത് 0 ആവുന്നത്. ഒന്നില്ലെങ്കിൽ ഐ ഈക്വൽ ടു ക്യൂ ആയിരിക്കണം, അല്ലെങ്കിൽ ഐ ജെ ഈക്വൽ ടു പി ആയിരിക്കും. ഇവിടെ ഐ നോട്ട് ഈക്വൽ ടു ക്യൂ എന്നല്ല, ഐ ഈക്വൽ ടു ക്യൂ ജെ ഈക്വൽ ടു പി ആയിരിക്കണം. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഡെൽറ്റ ഐ ക്യൂ എന്ന് ഡിഫൈൻ ചെയ്യുന്നത്. അപ്പൊ ഡെൽറ്റ ഐ ക്യൂ നമ്മൾ എങ്ങനെ ഡിഫൈൻ ചെയ്യാം? 1 if ഐ ഈക്വൽ ടു ക്യൂ and 0 if I not equal to Q. So I not equal to Q ആവുമ്പോൾ 0 ആയിരിക്കും, and J not equal to P ആവുമ്പോൾ 0 ആയിരിക്കും. അപ്പൊ നോട്ട് ഈക്വൽ ടു തന്നെയാണ്. അപ്പൊ ആ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു ഇന്നർ പ്രൊഡക്റ്റിനെ ഡിഫൈൻ ചെയ്യാം. അപ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യുന്ന എ ഓഫ് എക്സ് എന്ന് പറയുന്ന മെട്രിക്സിന്റെ കോഎഫിഷ്യൻസ് എന്ന് പറയുന്നത് ഈ ഒരു പെർട്ടിക്കുലർ കണ്ടീഷൻ ഹോൾഡ് ചെയ്യണം. ഇന്നർ പ്രോഡക്റ്റ് എ ഐ ജി എ പി ക്യൂ ഈക്വൽ ടു 1/f ഇൻറ്റു ഡെൽറ്റ ഐ ക്യൂ ഐ പി എന്നുള്ള കണ്ടീഷൻ ഹോൾഡ് ചെയ്യണം. ഇത്രയേ ഉള്ളൂ. നമ്മൾ അടുത്ത നോക്കാൻ പോകുന്നത് ക്യാരക്ടർ റിലേഷൻസ് ഓഫ് ദ ഫസ്റ്റ് കൈൻഡ് എന്നുള്ള ഒരു ടോപ്പിക് ആണ്. സോ ക്യാരക്ടേഴ്സിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത് അല്ലെ. അപ്പൊ എന്താണ് ഒരു മെട്രിക്സ് റെപ്രസെന്റേഷന്റെ ക്യാരക്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടാവും? ക്യാരക്ടർ റിലേഷൻസ് of the first kind. Character relations of the first kind. Character relations of the first kind. ഇപ്പൊ എന്താണ് ക്യാരക്ടർ റിലേഷൻസ് എന്ന് പറയുന്നത്? പേ ഓഫ് എക്സ് എന്ന് പറയുന്ന ഒരു മെട്രിക്സ് റെപ്രസെന്റേഷൻ, അതിന്റെ ക്യാരക്ടർ കൈ ഓഫ് എക്സ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് അതിന്റെ ട്രേസ് ആയിട്ടാണ്. ട്രേസ് ഓഫ് എ ഓഫ് എക്സ് ആയിട്ടാണ് ഡിഫൈൻ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം? രണ്ട് ക്യാരക്ടേഴ്സ് കൈയും കൈ ഡാഷ് കൺസിഡർ ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ ഇന്നർ പ്രോഡക്റ്റ് കൈ ഡാഷ് എന്ന് പറയുന്നത് ഇത് തമ്മിലുള്ള റിലേഷൻ വി ആർ ഡിഫൈനിങ് ഇറ്റ് ആസ് രണ്ട് മെട്രിക്സ് റെപ്രസെന്റേഷൻ എ ഓഫ് എക്സ് ബി ഓഫ് എക്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ആണ് കൈയും കൈ ഡാഷും. അപ്പൊ ഇത് രണ്ടും ഇക്വാലന്റ് ആണെങ്കിൽ, എ ഓഫ് എക്സ് ഇസ് ഇക്വാലന്റ് ടു ബി ഓഫ് എക്സ് ആണെങ്കിൽ ഇന്നർ പ്രോഡക്റ്റ് കൈ ഡാഷ് 1 ആയിരിക്കും. ഇൻഈക്വാലന്റ് ആണെങ്കിൽ ഈ ഇന്നർ പ്രോഡക്റ്റ് 0 ആയിരിക്കും. സോ ഇന്നർ പ്രോഡക്റ്റ് കൈ ഡാഷ് ഈക്വൽ ടു 1 if A of x is equivalent to B of x and 0 if A of x is inequivalent to B of x. അപ്പൊ നമുക്ക് ഇതിനെ എങ്ങനെയാണ് പ്രൂവ് ചെയ്യേണ്ടത് എന്ന് നോക്കാം. ആദ്യം നമുക്ക് A of x എന്ന് പറയുന്നത് എ ഐ ജെ ഓഫ് എക്സ് ആയിട്ട് അതിന്റെ മെട്രിക്സ് റെപ്രസെന്റേഷൻ എഴുതാം. വേർ I, j ഈക്വൽ ടു 1 2 3 എക്സെട്ര f. ഇനി ഈ എ ഓഫ് എക്സിന്റെ ട്രേസ് ആണ് എന്ത്? കൈ ഓഫ് എക്സ്. അപ്പൊ കൈ ഓഫ് എക്സ് എന്ന് പറയുന്നത് A11 ഓഫ് എക്സ് പ്ലസ് A22 ഓഫ് എക്സ് പ്ലസ് എക്സെട്ര പ്ലസ് AFF ഓഫ് എക്സ് ആയിരിക്കും. ഇനി അതേപോലെ തന്നെ ബി ഓഫ് എക്സ് എന്ന് പറയുന്നത് ബി പി ക്യൂ ഓഫ് എക്സ് ആയിട്ട് ഡിഫൈൻ ചെയ്യാം. where P, Q equal to 1 2 3 etc. F dash. അപ്പൊ അതിന്റെ കൈ എങ്ങനെ ഡിഫൈൻ? കൈ ഡാഷ് ഓഫ് എക്സ് എന്ന് പറയുന്നത് B11 ഓഫ് എക്സ് പ്ലസ് B22 ഓഫ് എക്സ് പ്ലസ് എക്സെട്ര പ്ലസ് F dash ഓഫ് എക്സ്. ഈ രീതിയിൽ നമുക്ക് ഡിഫൈൻ ചെയ്യാനായിട്ട് പറ്റും. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഇതിന്റെ ക്യാരക്ടർ റിലേഷൻ ആണ്. അപ്പൊ അതിന്റെ ഇന്നർ പ്രൊഡക്റ്റ് ഈ രീതിയിൽ ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എപ്പോഴും 0 കിട്ടുമോ എന്നാണ് നോക്കാൻ പോകുന്നത്. ഇപ്പൊ രണ്ട് കണ്ടീഷൻ ആയിട്ടാണ് നമുക്കുള്ളത്. ആദ്യം നമുക്ക് രണ്ട് കേസായിട്ട് എടുക്കാം.
കേസ് 1 എന്ന് പറയുന്നത് A of x എന്ന് പറയുന്നത് it is inequivalent to B of x. A of x ഉം B of x ഉം inequivalent ആയിട്ട് എടുക്കാം. A of x ഉം B of x ഉം inequivalent ആയിട്ട് എടുക്കുകയാണെങ്കിൽ inner product chi dash equal to നമ്മൾ എങ്ങനെയാണ് ഇന്നർ പ്രോഡക്റ്റ് ഡിഫൈൻ ചെയ്യുന്നതെന്ന് ഓർമ്മയുണ്ടോ? 1/g into summation x chi of x into chi dash of x inverse. So which is equal to 1/g into chi of x elements എങ്ങനെയായിരിക്കും? a11 of x plus etc plus aff of x into b11 of x plus etc plus bf dash of x. So which is equal to 1/g into നമുക്കറിയാം ഓർത്തോഗണാലിറ്റി റിലേഷൻസ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഈ ഇന്നർ പ്രോഡക്റ്റ് എന്തായിരിക്കും? സിഗ്മ ഓവർ ഐ കോമ പി ഇന്നർ പ്രോഡക്റ്റ് എ ഐ ബി പി പി എന്നുള്ള രീതിയിലായിരിക്കും. ഇത് ഇനീക്വാലന്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം? ഇന്നർ പ്രോഡക്റ്റ് 0 ആണെന്ന് നമ്മൾ ഓൾറെഡി പ്രൂവ് ചെയ്തു. സോ വിച്ച് ഇസ് ഈക്വൽ ടു 0 എന്ന് കിട്ടി. കാരണം ഈ ഓരോ ടേമും 0 ആണ്. അതുകൊണ്ട് ഇന്നർ പ്രോഡക്റ്റ് chi ഡാഷ് എന്ന് പറയുന്നത് 0 ആണെന്ന് കിട്ടി. നമ്മൾ നേരത്തെ പ്രൂവ് ചെയ്ത റിസൾട്ടാണ്. ഇനി നമ്മൾ അടുത്ത കേസ് നോക്കാൻ പോകുന്നത് ഇത് രണ്ടും ഇക്വാലന്റ് ആവുമ്പോൾ എങ്ങനെയാണ്, ഇക്വാലന്റ് റെപ്രസെന്റേഷൻ ആവുമ്പോൾ എങ്ങനെയാണ്. ഇതും നമ്മളിപ്പോൾ ഓൾറെഡി പ്രൂവ് ചെയ്തു. കേസ് 2 A of x is equivalent to B of x എന്നുള്ളതാണ് പറയുന്നത്. പിന്നെ പ്രോഡക്റ്റ് chi dash എന്ന് പറയുന്നത് 1/g into sigma over x chi of x into chi dash of x inverse. അപ്പൊ ഇതിന് നമുക്ക് സിഗ്മ ഐ കോമ പി ഇന്നർ പ്രോഡക്റ്റ് ai aj app എന്നുള്ള രീതിയിൽ എഴുതാം. സോ വിച്ച് ഇസ് ഈക്വൽ ടു 1/f into inner summation I comma p delta ip comma delta so delta ij comma delta ip എന്നുള്ള രീതിയിൽ നമുക്ക് എഴുതാനായിട്ട് പറ്റും. നമ്മൾ ഓൾറെഡി പ്രൂവ് ചെയ്തു ഐ നോട്ട് ഈക്വൽ ടു ജെ ആവുന്ന സമയത്ത് 0 ആയിരിക്കും. അതല്ലാത്ത ടേംസിൽ ഐ ഈക്വൽ ടു ജിയും ഐ ഈക്വൽ ടു പി ആവുന്ന സമയത്ത് നമുക്ക് 1 ആയിരിക്കും. അങ്ങനെ എത്ര ടൈം വരും? എഫ് ടൈംസ് വരും. സോ 1 into f which is equal to 1. ഈ ഒരു പെർട്ടിക്കുലർ റിസൾട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് എക്സാമിനൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു റിസൾട്ടാണ്. ഇതൊന്നുകൂടി പറയാം. ക്യാരക്ടർ റിലേഷൻസ് ഓൺ ദ ഫസ്റ്റ് കൈൻഡ്. അതായത് A of x, B of x എന്ന് പറയുന്ന രണ്ട് ഇറെഡ്യൂസിബിൾ റെപ്രസെന്റേഷൻസ് ഉണ്ട്. അപ്പൊ അതിന്റെ ക്യാരക്ടേഴ്സ് ആണ് കൈയും കൈ ഡാഷും. അങ്ങനെയാണെങ്കിൽ വി കൻ ഡിഫൈൻ ദ ഇന്നർ പ്രോഡക്റ്റ് chi dash equal to 1 if A of x is equivalent to B of x and 0 if A of x is not equivalent to B of x. ഇപ്പൊ A of x എന്ന് പറയുന്നത് aij of x ഉം അപ്പൊ അങ്ങനെയാണെങ്കിൽ chi of x എന്ന് പറയുന്നത് ഡയഗണൽ എലമെന്റ്സിന്റെ സം ആയിരിക്കാം. അതേപോലെ നമ്മൾ B of x നും ഡിഫൈൻ ചെയ്യും. അപ്പൊ ആദ്യത്തെ കേസ് എടുക്കുക. ഇത് നമ്മൾ പ്രൂവ് ചെയ്യുന്നത് പ്രീവിയസ്ലി പ്രൂവ് ചെയ്ത റിസൾട്ടുകൾ യൂസ് ചെയ്തിട്ടാണ്. അപ്പൊ ഇന്നർ പ്രോഡക്റ്റ് chi dash എന്ന് പറയുമ്പോൾ 1/g into sigma over x chi of x into chi dash of x inverse. നമ്മൾ ഓൾറെഡി എങ്ങനെയാണ് ഇന്നർ പ്രോഡക്റ്റ് ഫംഗ്ഷന്റെ ഡിഫൈൻ ചെയ്യുക എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഈ ക്ലാസ്സിൽ തന്നെ പഠിച്ചിട്ടുണ്ടായിരുന്നു. അത് യൂസ് ചെയ്തിട്ട് നമ്മൾ ഡിഫൈൻ ചെയ്യും. എന്നിട്ട് നമ്മൾ നോക്കുന്ന സമയത്ത് ഈ ഒരു പ്രോഡക്റ്റിന് നമുക്ക് ഇന്നർ പ്രോഡക്റ്റ് ai ബി പി എന്ന് എഴുതാം. ഇനി
ഇതൊരു ഇൻഈക്വാലന്റ് റെപ്രസെന്റേഷൻ ആയതുകൊണ്ട് തന്നെ ഈ ഇന്നർ പ്രോഡക്റ്റ് 0 ആയിരിക്കും എന്ന് നമ്മൾ പ്രൂവ് ചെയ്തു. സോ ബൈ ദാറ്റ് റിസൾട്ട് ഇന്നർ പ്രോഡക്റ്റ് കൈ ഡാഷ് ഈക്വൽ ടു 0 എന്ന് കിട്ടി. ഇനി നമ്മൾ എ ഓഫ് എക്സും ബി ഓഫ് എക്സും ഈക്വാലന്റ് റെപ്രസെന്റേഷൻ ആയിട്ട് എടുത്തു. അപ്പൊ ആ പെർട്ടിക്കുലർ കേസിലായിരുന്നു നമ്മൾ ഡെൽറ്റ യൂസ് ചെയ്ത് ഡിഫൈൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഐ നോട്ട് ഈക്വൽ ടു ജെ ആകുമ്പോഴും ഐ ഈക്വൽ ടു നോട്ട് ഈക്വൽ ടു പി ആകുമ്പോഴായിരിക്കും ഇത് 0 ആവുന്നത്. ബാക്കിയുള്ള കേസിലൊക്കെ 1 ആയിരിക്കും. അപ്പൊ നമ്മൾ ഡയഗണൽ എലിമെന്റ്സ് എടുക്കുന്ന സമയത്ത് അപ്പോഴൊക്കെ 1 ആയിരിക്കും. അങ്ങനെ എത്ര എലമെന്റ്സ് ഉണ്ടാവും? എഫ് എലമെന്റ്സ് ഉണ്ടാവും. സോ 1/f ഇൻറ്റു എഫ് ആയിരിക്കും നമുക്ക് കിട്ടുക, വിച്ച് ഇസ് ഈക്വൽ ടു 1. ഇതാണ് നമ്മളുടെ ക്യാരക്ടർ റിലേഷൻസ് ഓഫ് ഫസ്റ്റ് കൈൻഡ് എന്ന് പറയുന്നത്. നമുക്ക് ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിലുള്ളത്. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ ഒന്ന് ജസ്റ്റ് നോക്കാം. നമ്മൾ ആദ്യം ഓർത്തോഗണാലിറ്റി റിലേഷൻസ് ഓൺ റെപ്രസെന്റേഷൻ ക്യാരക്ടേഴ്സ് ആണ് പറയുന്നത്. ഇതിൽ ആദ്യത്തെ ഒരു റിസൾട്ട് പറഞ്ഞു, ഇൻഈക്വാലന്റ് ഇറെഡ്യൂസിബിൾ റെപ്രസെന്റേഷൻസിന്റെ ഏതൊരു എലമെന്റ് എടുത്താലും അത് ഓർത്തോഗണൽ ആയിരിക്കും എന്നുള്ള റിസൾട്ട് പറഞ്ഞു. അതിന്റെ പ്രൂഫാണ് നമ്മൾ പറഞ്ഞത്. അത് കഴിഞ്ഞ് അത് യൂസ് ചെയ്ത് നമ്മൾ ക്യാരക്ടർ റിലേഷൻസ് ഓഫ് ദ ഫസ്റ്റ് കൈൻഡ് എന്നുള്ള ഒരു ടോപ്പിക് പറഞ്ഞു. അപ്പൊ നമ്മളോട് ചോദിക്കാം, ഒരു ഇറെഡ്യൂസിബിൾ റെപ്രസെന്റേഷൻസ് തന്നിട്ട് അതിന്റെ ക്യാരക്ടർ റിലേഷൻ ഇന്നർ പ്രോഡക്റ്റ് കൈ ഡാഷ് എന്തായിരിക്കും എന്ന് നമ്മളോട് ചോദിക്കാം. അപ്പൊ നമുക്ക് നോക്കണം, ഇറെഡ്യൂസിബിൾ ആണ്, ഇക്വാലന്റ് ആണോ? ഇക്വാലന്റ് ആണെങ്കിൽ ഇന്നർ പ്രോഡക്റ്റ് 1 ആണ്, ഇൻഇക്വാലന്റ് ആണെങ്കിൽ ഇന്നർ പ്രോഡക്റ്റ് 0 ആണെന്ന് നമുക്ക് നോക്കാം. ഇത്രയേ ഉള്ളൂ. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.